ലക്ഷണമായി പ്രധാനമായും കാണുന്നത് ഓവർ ഈറ്റിംഗ് ഹാബിറ്റാണ്. അടുത്ത നേരം എന്ത് കഴിക്കണം എന്ന് ചിന്തിച്ചു കൂട്ടുകയും ചെയ്യും. ആരും കാണാതെ രഹസ്യമായി കഴിക്കുന്നതും ഫുഡ് ഒളിപ്പിച്ചു വെച്ചിട്ട് എടുത്തു കഴിക്കുന്നതും ഫുഡ് അഡിക്ഷന്റെ ഒരു ലക്ഷണം. ബിഹേവിയറൽ അഡിക്ഷൻസിൽ വരുന്ന ഒന്നാണ് ഫുഡ് അഡിക്ഷൻ. ഫുഡിനോട് ഒരു കമ്പൽസീവ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫുഡ് അഡിക്ഷൻ. പ്രത്യേകിച്ചും ഷുഗർ, ഓയിൽ, ഫാറ്റ്, സോൾട്ട് ഇവയടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോട് ഒരു ക്രേവിംഗ് ആയിരിക്കും. ഭക്ഷണം നിയന്ത്രിക്കാൻ സാധിക്കാത്തതിൽ പിന്നീട് ഒരു ഗിൽറ്റി ഫീലിംഗും ഷെയിമും തോന്നുകയും ചെയ്യും. ലക്ഷണമായി പ്രധാനമായും കാണുന്നത് ഓവർ ഈറ്റിംഗ് ഹാബിറ്റാണ്. അടുത്ത നേരം എന്ത് കഴിക്കണം എന്ന് ചിന്തിച്ചു കൂട്ടുകയും ചെയ്യും. ഹെൽത്ത് നോക്കാതെ, നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു ലക്ഷണമാണ്. ആരും കാണാതെ രഹസ്യമായി കഴിക്കുന്നതും ഫുഡ് ഒളിപ്പിച്ചു വെച്ചിട്ട് എടുത്തു കഴിക്കുന്നതും ഫുഡ് അഡിക്ഷന്റെ ഒരു ലക്ഷണമാണ്. ഫുഡ് അഡിക്ഷൻ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പഞ്ചസാരയും ഉപ്പും കൊഴുപ്പും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതവണ്ണത്തിനും പ്രമേഹത്തിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും മറ്റു ക്രോണിക് ഹെൽത്ത് കണ്ടീഷൻസിനും വഴിയൊരുക്കും. കൂടാതെ ആത്മവിശ്വാസക്കുറവ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാണ്. സാമൂഹിക ബന്ധങ്ങളെയും ലൈഫിൻ്റെ ക്വാളിറ്റിയെ തന്നെയും ഫുഡ് അഡിക്ഷൻ അഫക്റ്റ് ചെയ്യും. ഫുഡ് അഡിക്ഷന് ഒരു കോമ്പിനേഷൻ ഓഫ് തെറാപ്പീസ് വേണം. ന്യൂട്രീഷണൽ കൗൺസിലിങ്ങും സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ സഹായവും ചിലപ്പോൾ മെഡിക്കേഷൻസും ആവശ്യമായി വരാം. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യാൻ CBTയും മൈൻഡ്ഫുൾനെസ് ടെക്നിക്സും ആവശ്യമാണ്. ന്യൂട്രീഷണൽ കൗൺസിലിംഗ് കൊണ്ട് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ക്രേവിങ്സ് മാനേജ് ചെയ്യാൻ ചിലർക്ക് മരുന്നുകളും ആവശ്യമായി വരാം.